ബജറ്റിൽ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ യുഡിഎഫ് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ഡിവൈഎഫ്ഐ. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചതോടെയാണ് രംഗം വഷളായത്. ബജറ്റിൽ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ യുഡിഎഫ് സർക്കാർ മദ്യമാഫിയയ്ക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കുകയാണെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തുംതള്ളുമുണ്ടായി. ഇതിനിടെ ഏതാനും പ്രവർത്തകർ കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടന്ന് കോമ്പൗണ്ടിൽ പ്രവേശിച്ചെങ്കിലും പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചതോടെ ഇത് കെട്ടിയിരുന്ന വൈദ്യുതി പോസ്റ്റ് ഇളകി വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് തങ്ങളെ തടയാനെത്തിയ പോലീസുകാരിൽ ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന ആരോപണമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇത് സ്ഥലത്ത് കുറച്ചു സമയം കൂടി ബഹളത്തിന് കാരണമായി. തുടർന്ന് ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബഡ്ജറ്റിൽ നികുതി ഇളവ് മദ്യത്തിന് പ്രഖ്യാപിച്ചത് കൊടിയ അഴിമതിയുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ 3 വർഷക്കാലം മുമ്പ് 2023 മാർച്ച് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ് ബർക്കാടി ഉൾപ്പെടെയുള്ള മദ്യ ലോബികൾ അതിന്റെ നികുതി ഇളവ് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞ് ഒരു അപേക്ഷ ഗവൺമെന്റിന് മുന്നാടി വെക്കുന്നത്. എന്നാൽ അന്ന് അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഫയലാണ്. വി.ഡി. സതീശൻ അധികാരത്തിലേറി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ, മന്ത്രിസഭയുടെ വകുപ്പുകൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഫയൽ പാസാക്കാൻ വേണ്ടി തീരുമാനിച്ചു.